ഇന്ത്യയുടെ ആകാശസീമകളിൽ പുതിയൊരു ചരിത്രം കുറിക്കപ്പെടുകയാണ്. വെറുമൊരു ഹെലികോപ്റ്റർ നിർമ്മാണത്തിനും അപ്പുറം ലോകശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിൽ പോലും പറന്നിറങ്ങാൻ ശേഷിയുള്ള കരുത്തൻ ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ മുദ്രയോടെ പറക്കും. 2026 ഫെബ്രുവരി 17 ഇന്ത്യ ഒരു വലിയ ചുവടുവയ്പ് കൂടി നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിലെ സുവർണ അധ്യായത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. മുംബൈയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും നടത്തിയ കൂടിക്കാഴ്ച വെറും ഒരു ഡിപ്ലോമാറ്റിക് വിസിറ്റ് ആയിരുന്നില്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിന്റെ നെറുകയിൽ പോലും പറന്നിറങ്ങാൻ ശേഷിയുള്ള കരുത്തൻ H-125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള വിപ്ലവകരമായ തീരുമാനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ മുദ്രയോടെ H-125 ഹെലികോപ്റ്ററുകൾ പറക്കും. കർണാടകയിലെ വേമഗലിൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈൻ FAL പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് മാക്രോണും ചേർന്ന് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഈ കരാറിന്റെ പ്രത്യേകത? ഇത് ഇന്ത്യയെ എങ്ങനെ സഹായിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യമായി ഈ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകത നോക്കാം. ലോകത്തിലെ ഏകദേശം എല്ലാ കൊടുമുടികൾക്കും മുകളിലൂടെ പറക്കാൻ ഇതിന് സാധിക്കും. 2025 എവറസ്റ്റ് കൊടുമുടിയിൽ ലാൻഡ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത ഏക ഹെലികോപ്റ്റർ എന്ന ഖ്യാതി ഇതിനുണ്ട്. അതിശക്തമായ കാറ്റും വായുമർദ്ദം കുറഞ്ഞ ഹിമാലയൻ മേഖലകളിലും സുഗമമായി പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ വൈവിധ്യം കണക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ച് വടക്കൻ അതിർത്തികളിലെ ദുർഘടമായ മലനിരകളിൽ ഇത്തരം വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും സാന്നിധ്യം രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകും. സാങ്കേതികമായി പറയുകയാണെങ്കിൽ ഇത്രയും ഉയരത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ എഞ്ചിൻ കരുത്തും എയറോഡൈനാമിക് സവിശേഷതകളും സമന്വയിപ്പിച്ചാണ് എയർബേസ് ഈ ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലഡാക്കിലെയും അരുണാചലിലെയും അതിർത്തികളിൽ സൈനിക നീക്കങ്ങൾക്കും രക്ഷാപ്രവർത്തനത്തിനും ഇതിലും മികച്ചൊരു മെഷീൻ വേറെയില്ല. ഇത്രയും കാലം നമ്മൾ ഇത് ഇറക്കുമതി ചെയ്യുകയായിരുന്നു, എന്നാൽ ഇനി ഇത് ഇന്ത്യയുടെ മണ്ണിൽ നിർമ്മിക്കപ്പെടും. മുംബൈയിൽ വെച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന നിലയിലേക്ക് ഉയർത്തിയത് പ്രതിരോധം, സാങ്കേതിക വിദ്യ, നവീകരണം തുടങ്ങിയ മേഖലകളിൽ പുതിയ വിപ്ലവത്തിന് തുടക്കമിടുന്നു. കർണാടകയിലെ ടാറ്റ എയർബേസ് ഫെസിലിറ്റിയിൽ നിർമ്മിക്കപ്പെടുന്ന ഈ ഹെലികോപ്റ്ററുകൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നതോടൊപ്പം ആഗോള വിപണിയിലേക്ക് ഇന്ത്യയെ ഒരു പ്രധാന കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യും. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിൽ സ്ഥാപിക്കപ്പെടുന്ന ആദ്യ ഹെലികോപ്റ്റർ അസംബ്ലി ലൈനാണ്. 2027 ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ഹെലികോപ്റ്റർ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. പ്രതിവർഷം 10 ഹെലികോപ്റ്ററുകൾ എന്ന നിരക്കിൽ ആരംഭിച്ച് വരും വർഷങ്ങളിൽ 500 എണ്ണം വരെ നിർമ്മിക്കാനാണ് ലക്ഷ്യം. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും ഇന്ത്യയെ സഹായിക്കും. അതായത് ഇന്ത്യ ഇനി ലോകത്തിന്റെ ഹെലികോപ്റ്റർ ഹബ്ബായി മാറാൻ പോവുകയാണ്. ഈ കരാർ ഇന്ത്യക്ക് നൽകുന്ന നേട്ടങ്ങൾ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ഒന്നാമതായിട്ട് തൊഴിലവസരങ്ങൾ. ആയിരക്കണക്കിന് യുവാക്കൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കും. ഏവിയേഷൻ മേഖലയിൽ വലിയൊരു സ്കിൽ ഡെവലപ്മെന്റ് ഇതിലൂടെ സംഭവിക്കും. ഇനി രണ്ടാമത്തത് മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയമാണ്. വിദേശ വിമാന നിർമ്മാണ കമ്പനികൾ ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങുന്നത് നമ്മുടെ സാങ്കേതിക വളർച്ചയുടെ തെളിവാണ്. മൂന്നാമത്തേത് പ്രതിരോധ സുരക്ഷ. H-125ന്റെ മിലിറ്ററി വേരിയന്റ് ആയ H-125M കൂടി ഇവിടെ നിർമ്മിക്കപ്പെട്ടാൽ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷ ഇരട്ടിയാകും. ഇനി നാലാമത്തേത് സാമ്പത്തിക ലാഭമാണ്. ഇറക്കുമതി കുറയുന്നതിലൂടെ കോടിക്കണക്കിന് വിദേശ നാണ്യം ലാഭിക്കാം. വിദേശ നാണ്യ ലാഭത്തിന് പുറമെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ബ്രാൻഡ് മൂല്യം വർദ്ധിക്കുകയും ചെയ്യും. ഭൗമരാഷ്ട്രീയമായി നോക്കിയാൽ ഏഷ്യ പസഫിക് മേഖലയിൽ ഫ്രാൻസ് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായി മാറിക്കഴിഞ്ഞു. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ബാലൻസ് നിലനിർത്താൻ ഫ്രാൻസുമായുള്ള ഈ പ്രത്യേക തന്ത്രപ്രധാനമായ പങ്കാളിത്തം ഇന്ത്യയെ സഹായിക്കുമെന്ന് ഉറപ്പാണ്. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ആഗോള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത്തരം സ്ട്രോങ് കൂട്ടുകെട്ടുകൾ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണ്. ചരിത്രപരമായ പശ്ചാത്തലത്തിലും ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യൻ സൈനികർ യൂറോപ്പിലേക്ക് കപ്പലിറങ്ങിയ ഫ്രഞ്ച് തുറമുഖ നഗരമായ മാർസേയെക്കുറിച്ച് പ്രധാനമന്ത്രി അനുസ്മരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. വീര സവർക്കറെ പോലെയുള്ള വിപ്ലവകാരികളുടെ പോരാട്ട ചരിത്രവുമായും ഫ്രാൻസിന് ബന്ധമുണ്ട്. ഈ ചരിത്രപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ആധുനിക കാലത്തെ സാങ്കേതിക വിപ്ലവത്തിലേക്ക് ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത്. മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വെച്ച് മാക്രോണിന് ലഭിച്ച സ്വീകരണം ഈ ബന്ധത്തിന്റെ പ്രതീകാത്മകമായ ഉയർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒപ്പുവെച്ച ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഫ്രാൻസ് വഹിച്ച പങ്ക് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയ കുതിച്ചുചാട്ടം സമ്മാനിക്കും. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിലും നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു ആഗോള ക്രമത്തിനു വേണ്ടിയും ഇരു രാജ്യങ്ങളും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്.
ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വെറും ഒരു സൗഹൃദമല്ല. നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. റഫാൽ മുതൽ ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ വരെ നീളുന്ന ബന്ധം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, ഡിജിറ്റൽ സയൻസ് തുടങ്ങി മേഖലകളിലും പുതിയ വിപ്ലവത്തിന് ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുന്നു. മുംബൈയിലെ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ വെച്ച് മോദിയും മാക്രോണും ലോകത്തിന് നൽകിയ സന്ദേശം വ്യക്തമാണ്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ഇനി ആരുടെയും പിന്നിലല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ വ്യോമയാന സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചിരിക്കുകയാണ്. ഹിമാലയൻ അതിർത്തികളിലെ നമ്മുടെ ജവാന്മാർക്കും ദുരന്ത നിവാരണ സേനയ്ക്കും ഈ ഹെലികോപ്റ്ററുകൾ വലിയ കരുത്താകും. ആത്മനിർഭർ ഭാരത് വെറും ഒരു മുദ്രാവാക്യമല്ലെന്ന് ഈ കരാർ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.